എന്താ ക്വാളിറ്റി? വായിച്ചോട്ടെ, ലൂക്ക് ചാപ്റ്റർ 14 വേഴ്സ് നമ്പർ 26. ഞാൻ ആ വേർഡ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുവാൻ പോകുക. ഒരു ഡിസൈപ്പിൾ ആകുവാനുള്ള യോഗ്യത, ദ വൺ ഹു ലവ് ഗാഡ് മോർ ദാൻ എനിത്തിങ്. മറ്റ് സകലത്തെക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക. ഇതാണ് ആദ്യ സ്നേഹം. എന്തോ ആദ്യ സ്നേഹം എന്നറിയാമോ? നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചതായ സമയത്ത് ദൈവത്തോട് എന്ത് സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിൻ്റെതായിരിക്കുന്ന പ്രതിഫലനം എന്ന് പറയുന്നത് എന്തും ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ. കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കി. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ജനത്തെ എനിക്കറിയാം. വിശ്വാസത്തിന് വേണ്ടി ത്യാഗം അനുഭവിച്ചവരാ. ത്യാഗമില്ലാതൊന്നുമല്ല നിങ്ങൾ മുൻപോട്ട് കടന്നു വന്നത്. അന്ന് ആ വീണ്ടും ജന്മം സംഭവിച്ചപ്പോൾ ആ ദൈവത്തോടുള്ള സ്നേഹം മുഖാന്തരമായിട്ട് ചിലത് ത്യജിക്കുവാൻ തക്കവണ്ണം, ചില ദുഷിച്ചത് അത് വിലയില്ലാതാക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധ്യമായി. എന്തായിരുന്നു അതിന് കാരണമെന്ന് പറയുന്നത്? സ്നേഹം. ആരോടുള്ള സ്നേഹം? കർത്താവിനോടുള്ള സ്നേഹം. അതാണ് ദ ഫസ്റ്റ് ലവ്. ആ ഫസ്റ്റ് ലവ് ആണ് എന്നെ ഇത്രത്തോളം സഹിപ്പാനിടയായി തീർന്നുവെങ്കിൽ ഇന്നാരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ പ്രതികരിക്കുന്നുവെങ്കിൽ ശ്രദ്ധിച്ചോണേ. പ്രതികരിക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് അന്ന് അത് സ്വീകരിക്കുവാൻ മനസ്സ് കാണിച്ച ആ ദൈവത്തോടുള്ള സ്നേഹം ഇന്നില്ല എന്നുള്ളതിന്റെ തെളിവാ. ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം, ആ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് അവിടെ കാണുന്നത്. സകലതും ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ മനസ്സ്.